വീട്ടമ്മമാരും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘവും ഇവിടെ നിൽക്കുന്നുണ്ട്. കുറെ നേരമായോ നിൽക്കാൻ തുടങ്ങിയിട്ട് VS-നെ കാത്ത്? കുറച്ചു നേരമായി വന്നിട്ട്. ഇത് നേരത്തെ ഒക്കെ വരുമെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ, പക്ഷെ ഒത്തിരി വൈകുന്നുണ്ടല്ലോ. വൈകിപ്പോയി. വൈകുവാണെങ്കിലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. കണ്ടിട്ടേ പോകും. എങ്ങനെയാ VS-നെ ഏത് തരത്തിലാണ് VS ഒരു CPM പ്രവർത്തക എന്ന നിലയിലാണോ അതോ അല്ലാതെ ഒരു നേതാവെന്ന നിലയിൽ എങ്ങനെയാണ് VS-നെ കാണുന്നത്? പ്രവർത്തകനെന്നും നേതാവായിട്ട് ഞങ്ങൾ കാണുന്നു. ഇത് കുട്ടികളും ഒക്കെ ആയിട്ട് VS-നെ കാണാൻ നിൽക്കുകയാണ്. അതെ അതെ. മോന്റെ പേര്? ആരെ കാണാനാ ഇവിടെ നിൽക്കുന്നത്? ആരാ VS? മുഖ്യമന്ത്രി അല്ലേ? അപ്പൊ എസ്കർ ഇതാ ഇവിടെ ഒരു ചെറിയ ഇവിടെ ദേശീയപാതയുടെ ജോലികൾ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് വാഹന ഗതാഗതമൊക്കെ തടസ്സപ്പെടാതിരിക്കാൻ നാട്ടുകാർ തന്നെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നടക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ഈ പറയുന്ന മുദ്രാവാക്യം വിളികൾക്ക് ഇടയിലൂടെയാണ്. കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം ഇവിടെ വരുമ്പോൾ ലാൽ സലാം സഖാവേ, ലാൽ സലാം സഖാവേ എന്നായി മാറുന്നുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരം ഇന്നലെ ഉറങ്ങിയത് കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസപ്പൂവേ എന്ന മുദ്രാവാക്യം കേട്ടാണ്. ഇന്ന് ഉണർന്നതും ആ മുദ്രാവാക്യം കേട്ടുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരാതിർത്തി വിടുമ്പോൾ ആ മുദ്രാവാക്യം ലാൽ സലാം സഖാവേ, ലാൽ സലാം എന്ന മുദ്രാവാക്യമായി മാറുകയാണ്.